ഇപ്പൊ ഈയിടെ ആയിട്ടൊന്ന് ട്രെൻഡിങ് ആയത് മറ്റേ മൈക്ക് ടൈസിന്റെ മറ്റേ പോൾഡേയും എന്തൊരു വെല്ലുവിളിക്ക് ആ ഒരു മുകളിൽ ഉണ്ടായ ഒരു ഫൈറ്റ് അല്ലേ സംഭവം. പക്ഷെ അത് ഞാൻ കണ്ടപ്പോ എനിക്ക് തോന്നി പറഞ്ഞാൽ ഭയങ്കര സ്ക്രിപ്റ്റഡ് ആയിരുന്നു തോന്നുന്നു. അതായത് ചില സീനിലൊക്കെ പോയി ഇടിക്കാൻ വരുന്നുണ്ട്, ഇതിങ്ങനെ എന്തെങ്കിലും പോകുന്നുണ്ട്. അവിടെ ജസ്റ്റ് എന്താ പറയാ ഉറങ്ങിപ്പോയി. അങ്ങനെ പണ്ടത്തെ മൈക്ക് ടൈസന്റെ ഇപ്പോഴത്തെ ഏജ് പക്ഷെ ഞാൻ പറയാം, പക്ഷെ പണ്ടത്തെ പ്രൈം ടൈമിലെ മൈക്ക് ടൈസന്റെ ഫൈറ്റ് പറഞ്ഞ ഇടി പറയാൻ അമ്മാതിരി ഇടിയാണ്. ഇവ തൊട്ടും തലോടലൊന്നുമില്ല, ഇടി പറഞ്ഞ അമ്മാതിരി ഇടി. ഫൈറ്റിന് മുമ്പ് തന്നെ നമ്മൾ പറഞ്ഞ്, അതായത് മൈക്ക് ടൈസൺ ജയിക്കുകയാണെങ്കിലും ജെയ്ക്ക് പോളിന്റെ ഇത് നാണക്കേട്, ഇനി ജെയ്ക്ക് ബോൾ ജയിക്കുകയാണെങ്കിലും ജെയ്ക്ക് പോളിന്റെ നാണക്കേട്. കാരണം എന്താ? കാരണം ഇവൻ ചെറിയക്കനെ എന്താണ് ഇവനെ മൈക്ക് ടൈസനെ കുറച്ച് പ്രായമുള്ള ആളാ, അയാൾ ജെയ്ക്ക് പോളിനെ ചെറിയക്കനെ പൊടിച്ചെന്ന് പറഞ്ഞാൽ അത് നടക്കേടാ. മറ്റേത് പറഞ്ഞാൽ ഈ പ്രായമുള്ള ആൾ തോപ്പിച്ച് ഉടുപ്പില്ലാണ്ട് തോപ്പിച്ച് പറഞ്ഞാൽ അതും നടക്കേടാ. അതേപോലെ അതായത് മറ്റേ മൈക്ക് ടൈസൺ തോറ്റു കൊടുത്തിട്ടില്ല, ഇത് ഹിറ്റിന്റെയും എത്രണ്ണം കൊടുത്തു ആ ഒരു ഇതിലാണ് വിന്നറിനെ ഡിസൈഡ് ചെയ്തത്. അത് ഞാൻ പറയുകയാണെങ്കിൽ അതൊക്കെ എനിക്ക് അപ്പോഴും ഒരു സ്ക്രിപ്റ്റ് ഒരു നെറ്റ്ഫ്ലിക്സ് ഏറ്റെടുത്തപ്പോഴേ എനിക്ക് തോന്നി ഇതെന്തോ ഒരു, കാരണം നെറ്റ്ഫ്ലിക്സ് സാധാരണ എന്താ ഏറ്റെടുക്കല്, അപ്പം എനിക്ക് തോന്നി എന്തോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടല്ലോ ഇതിൽ. ഒരു സിനിമ മൂഡിൽ വന്നിട്ട് പിന്നെ നമ്മൾ മാച്ച് നമ്മൾ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ രാവിലെ 4:30 ഉറങ്ങിയിട്ടില്ല, നമ്മൾ 6 മണി വരെ. പിന്നെ മനസ്സിലായി 6 മണിക്കല്ല, കളി 9:30 കളി 9:00 10 മണിയാകുമ്പോൾ തുടങ്ങുന്നത്. കളി എന്ത് കളി, ഇത്ര നേരം കാത്തിരുന്നിട്ട് കളി എന്തോ ഒരുമാതിരി കളി. മരണ അടി ഉണ്ടാവും വിചാരിച്ചു, ഒന്നും ഉണ്ടായില്ല.